ഹായ് ചങ്ങാതീസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ബിലേറ്റഡ് ഈസ്റ്റർ വിഷ് ചെയ്യാണ്. ഇത് ഞാൻ ആക്ച്വലി ഈസ്റ്ററിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ വിഷ് ചെയ്യുന്നു. നമ്മൾ ആദ്യം തന്നെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് നേരെ പോയത് തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിലോട്ടാണ് കേട്ടോ. സാറ്റർഡേ ആണ് പോയത്, അതായത് ഈസ്റ്ററിൻ്റെ തലേദിവസമാണ് പോയത്. അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്ലോഡ് ആക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തു. നമ്മൾ അവിടെ ചെന്ന് നല്ല തിക്കും തിരക്കുമായിരുന്നു കേട്ടോ. പക്ഷേ രാവിലെ ഒരു 7-7:30 സമയത്തൊക്കെ, അതായത് 6:30 ആ സമയത്താകുമ്പോൾ കുറച്ചും കൂടെ തിരക്കും ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒരുപാട് ലേഡീസ് ഉണ്ടായിരുന്നു കേട്ടോ, ജെൻറ്റ്സ് മാത്രമല്ല, ഒരുപാട് ലേഡീസ്. കറക്റ്റ് എനിക്ക് തോന്നുന്നു പള്ളിയൊക്കെ വിട്ട് നേരെ അവർ മാർക്കറ്റിലേക്കാണ് വരണേന്ന് തോന്നുന്നു. സാറ്റർഡേ ആയിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളപ്പോൾ അവിടെ നിന്ന് ചിക്കനും ബീഫ്, പോർക്ക്, മീൻ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഞാനും ചേട്ടനും പിന്നെ എൻ്റെ ബ്രദറും കൂടിയിട്ടാണ് പോയത്. അത്യാവശ്യത്തിന് നല്ല തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നല്ല ഫ്രഷ് മീറ്റായിരുന്നു കേട്ടോ. എല്ലാം നമ്മൾ വാങ്ങിച്ച എല്ലാ സാധനങ്ങളും ഫ്രഷ് ഐറ്റംസ് ആയിരുന്നു. അവിടെ നിന്ന് തന്നെ ചില കടകളിൽ തിരക്ക് കൂടുതലുള്ള ദിവസമായതുകൊണ്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണ്ടായിരുന്നില്ല. അപ്പം ക്യൂ കുറച്ചുണ്ടായിരുന്നു, അതായത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈസ്റ്റർ അടിപൊളിയാക്കാൻ വേണ്ടി 50 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം എൻ്റെ കെട്ടിയോൻ, ഞാൻ നൊയമ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ കെട്ടിയോൻ 50 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നൊയമ്പ് മുറിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് ആൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഈ ഒരു ലോട്ടറി ചേട്ടൻ, പാവൻ ചേട്ടൻ, അപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു ലോട്ടറിയും എടുത്ത് നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മുടെ മെയിൻ കുക്ക് വരുന്നത് എൻ്റെ അമ്മയാണ്, അതായത് എൻ്റെ അമ്മ ആണ് മെയിൻ കുക്ക് വരിക. എൻ്റെ അമ്മ എല്ലാ നോൺ വെജ് ഐറ്റംസും അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടോ. അമ്മ വെച്ചതിലിപ്പം നമ്മൾ പോർക്ക് കായിട്ടിട്ടും അതുപോലെ ബീഫ് ഡ്രൈ ആക്കിയിട്ടും ഫിഷ് വറ്റിച്ചതും പിന്നെ ഫ്രൈയും ഉണ്ടായിരുന്നു. പിന്നെ കോഴിയായിരുന്നു, കോഴിയും അതായത് ചിക്കനും ഈ പറഞ്ഞ പോലെ കറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫ്രൈ ഉണ്ടായിരുന്നു. ചിക്കൻ അധികം പോളിങ് ഉണ്ടായിരുന്നില്ല. പോർക്ക് കായിട്ടത് നല്ല കിടിലനായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ഐറ്റംസ് നമ്മളിതാ സാധനങ്ങൾ വാങ്ങിച്ച് മമ്മിക്ക് കൊണ്ടു കൊടുത്തു എന്നല്ലാതെ നമ്മളതിനകത്ത് വേറെ കൈകടത്തലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ആദ്യം തന്നെ മമ്മി ബീഫാണ് വെച്ചത്. ബീഫിന് വെന്ത് വരാനായിട്ട് കുറച്ച് ടൈം വേണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ബീഫാണ് വെച്ചത്. അപ്പോൾ ബീഫ് ഇതാ ഒരു കുക്കറിലേക്ക് എടുത്തിട്ടിട്ട് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വെച്ചു സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കാം, അതായത് കുറച്ചധികം ഐറ്റംസ് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കാനായിട്ട് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിലെ തന്നെ റിലയൻസ് സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ പോവുക. അപ്പോൾ കുറച്ച് പിള്ളേർക്കും ഉള്ള സാധനങ്ങളും കുറച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു. അവർക്ക് സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വക സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ നൈസായിട്ട് റിലയൻസിലൊന്ന് പോയായിരുന്നു. നല്ല ഫ്രഷ് ഐറ്റംസ് ആണ് കേട്ടോ അവിടെ. രാവിലെ പോകുമ്പോഴാണ് കൂടുതലും ഫ്രഷായിട്ട് കിട്ടുക. നമ്മൾ ഒരു രാത്രി ഒരു 8 മണി ആ ഒരു ക്ലോസിങ് ടൈം അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം പേട്ട് സാധനങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ പോകുന്നവർ രാവിലെ ഏത് സൂപ്പർ മാർക്കറ്റിലും ആണെങ്കിലും രാവിലെ പോകുമ്പം കട തുറന്ന് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യത്തിനുള്ള ഐറ്റംസ് എല്ലാതും വാങ്ങിച്ചിട്ട് ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോന്നു. ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നവർ കറക്റ്റ് നമ്മൾ വണ്ടി വെക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കും. ഈ സാധനങ്ങൾ വാങ്ങിച്ചത് അത്യാവശ്യം സാധനങ്ങളുണ്ടായിരുന്നു, എനിക്ക് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ സാധനങ്ങൾ ബൾക്ക് ഐറ്റംസ് ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ കെട്ടുവനെയും കൊണ്ടാണ് പോവാറ്. അപ്പോൾ ഇത്തവണ ആൾക്ക് വർക്കുള്ള കാരണം ഞാൻ പറഞ്ഞു, ചേട്ടൻ പൊക്കോ, ഞാൻ പോയി വാങ്ങിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേനും ഞാൻ വണ്ടി വെച്ചതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ചെക്കൻ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. എനിക്കാണെങ്കിൽ വേറെ വണ്ടി ഓടിക്കാനേ അറിയത്തുള്ളൂ, വേറെ ഇത് തള്ളുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാൽ ഞാൻ പെട്ടുപോകും. അപ്പോൾ വേറൊരു അപ്പാപ്പൻ വന്നിട്ടാണ് എനിക്കതൊന്ന് മാറ്റി തന്നത്. അങ്ങനെ പിന്നെ ഇതിവിടെ ഇങ്ങനെയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഈ ചെറിയ കുട്ടി പാത്രങ്ങൾ അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ എടുത്ത് വെക്കാനായിട്ട്, യൂസ് ചെയ്യണേക്കാട്ടിലും എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ജോയുടെ സ്ക്രബ്ബ് ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഹിമാലയയുടെ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ജോയുടെ സ്ക്രബ്ബ് ആദ്യം ഓൺലൈനിലാണ് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഈ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ബില്ലിംഗ് സെക്ഷനിലോട്ട് വന്നു. അങ്ങനെ എല്ലാം പറന്ന് നമ്മൾ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ക്യാമറ ഞാൻ ഈ ട്രോളിക്കകത്ത് തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനതാ നോക്കുന്നത്, ഇനി വല്ലതും ക്യാമറയിലോട്ട് വീഴുന്നുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി അമ്മേനെ കുറച്ച് സഹായിക്കാമെന്ന് വിചാരിച്ച് വെറുതെ ഒരു സവോളയും തക്കാളിയൊക്കെ എടുത്ത് അങ്ങ് അരിഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത് അരിഞ്ഞു കൊടുത്തതിന് ശേഷം മമ്മി പറഞ്ഞു, ഇങ്ങനെ അല്ലടി കുറച്ചും കൂടി ചെറുതാക്കി അരിയണമെന്ന് പറഞ്ഞു. ഇതിലും ചെറുതാക്കി അരിയാനായിട്ട് എനിക്കറിയില്ല അമ്മയെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, സഹായിക്കേണ്ട മോളെ, അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്നോ, കഴിക്കാനുള്ള നേരമാകുമ്പം വിളിക്കാമെന്ന് പറഞ്ഞു.
അത് വളരെ വലിയൊരു സഹായമാണ് ആക്ച്വലി എന്നെ സംബന്ധിച്ച്. ഇപ്പോൾ ഞങ്ങളിവിടെ 4 പേർക്ക് എനിക്ക് വെക്കാനായിട്ടും കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ആളെണ്ണം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബീഫിൻ്റെ ലിവർ കാണുന്നത്. ചിക്കൻ വാങ്ങിക്കുമ്പോൾ ചിക്കൻ്റെ ലിവറൊക്കെ കഴിച്ചിട്ടുണ്ട്. ബീഫിൻ്റെ ലിവർ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല ഫ്രഷ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് മീറ്റായിരുന്നു. നല്ല ടേസ്റ്റുള്ള മീറ്റായിരുന്നു കേട്ടോ. ഹലാൽ മീറ്റാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന കടയിൽ നിന്നല്ല ആക്ച്വലി മീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കിടിലായിരുന്നു കേട്ടോ. ഇത് പോർക്കാണേ. പോർക്ക് അതിലേറെ ഗംഭീരം, നല്ല വെന്ത് നല്ല രസമുണ്ട്. പിന്നെ എനിക്ക് ഉപ്പ് ഇത്തിരി കുറച്ച് മുന്നിൽ നിൽക്കണം എന്നുള്ള കൂട്ടത്തിലാണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ മോന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത ഈ ഒരു ഇങ്ങനെ ആടുന്നതെന്ന് പറയും അവൻ. ഇതിൻ്റെ പേരെന്തായിരുന്നു, സ്ക്രാച്ചസ്ന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് പറഞ്ഞത്. അത് അവന് വാങ്ങിച്ചു കൊടുത്തത് അവൻ എടുത്ത് നോക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് ക്ലീനിങ് ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അമ്മ, കുക്കിംഗ് റാണി. എൻ്റെ നോൺ വെജ് ഐറ്റംസൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കുന്നുണ്ടോ, നല്ല ടേസ്റ്റായിട്ട് വെക്കും. അപ്പോൾ ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ ടോട്ടലി മമ്മി വെച്ചിട്ടുണ്ടായിരുന്ന കറികളും കാര്യങ്ങളും. ഞാനത് ഒറിജിനലായിട്ടുള്ളത് എടുക്കാനായിട്ട് വിട്ടുപോയി. അതായത് നമ്മൾ കഴിക്കുന്നതൊക്കെ എടുക്കാൻ വിട്ടുപോയി. അത് കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ അന്ന് നമ്മൾ ഈ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിമ്മിനി ഡാമിലേക്ക്, തൃശ്ശൂർ ചിമ്മിനി ഡാമിലേക്ക് ഒരു യാത്ര പോയിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നേ പോയപ്പോൾ, അതായത് ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ വീട്ടിൽ ഫാമിലിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് നല്ലോണം എൻ്റെ മുട്ട് വരെയൊക്കെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വേനൽക്കാലത്ത് വെള്ളം അന്വേഷിച്ച് പോയി എൻ്റെ മണ്ടയിൽ ശരിക്കും കൊട്ടേണ്ടതാണ് ആക്ച്വലി. ഞാൻ കുറച്ചും കൂടി വെള്ളമൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കുറച്ച് ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഉപ്പ് സോഡയും ഒരു മാങ്ങയൊക്കെ കഴിച്ച് ആ വിഷമം ഞാനങ്ങ് തീർത്തു. തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ഒരു പത്തി, അതായത് പാദമില്ലേ, കാൽപാദം, അതൊന്ന് കവർ ചെയ്യാൻ പാകത്തിനുള്ള വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു കേട്ടോ വെള്ളം. അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും സ്വിമ്മിംഗ് പൂളിലല്ലാതെ ഇങ്ങനെ താഴ്ഭാഗം ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്ന വെള്ളം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, കണ്ടില്ലേ നമ്മുടെ പത്തി തന്നെ അധികം അതിനകത്തേക്ക് വെള്ളത്തിലോട്ട് ഫുൾ കവറിങ് ആവുന്നില്ലായിരുന്നു. അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേരൊക്കെ ജസ്റ്റ് അവിടെ ഇരുന്ന് കുറച്ച് നേരം വെള്ളത്തിൽ വന്നതല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് നേരം വെള്ളത്തിൽ അവരൊക്കെ കളിച്ചു. പിന്നെ എല്ലാത്തിലും കാണുന്നതാണ് ഈ വെള്ളത്തിൽ ഈ കല്ലിങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇരുന്നോട്ടെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ആയിട്ടൊരു കുറവ് വേണ്ടല്ലോ, ആ വെള്ളം ഇല്ലാത്തതിൻ്റെ ചമ്മലങ്ങ് പോയിക്കോട്ടെ എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസ്റ്റർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹാപ്പി ഈസ്റ്റർ. വേറെ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.